Bobby, what if two same branches are there in an organic compound? What change is made in the name of that compound? What if two same compounds are there in an organic compound, and what will be the change in the name? സാർ അത് കണ്ടുപിടിക്കുന്നതിന് പേരില്ലേ? ചോദിച്ചത് ഇതാണ്, രണ്ട് സെയിം ബ്രാഞ്ച് ഒരു കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു നെയിമിൽ എന്ത് ചേഞ്ചാ വരുന്നത്? രണ്ട് സെയിം ബ്രാഞ്ച് ആണ്. പറഞ്ഞേ. Bobby, once more ഒന്നുകൂടി പറഞ്ഞേ. സാർ 2, 3 ഡെമിപെൻഡേൻ വരില്ലേ? Di use ചെയ്യും. Two same branches are there, we use the term, we use the prefix di, di. Then Alsavite, what about when three same branches are there? Three same branches. ഏത് prefix use ചെയ്യും? സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല കേട്ടോ. ഫാത്തിമ പി എ. Try. TRI. ഒരു കോമ്പൗണ്ട് എഴുതാം, അതിന്റെ പേര് പറയണം കേട്ടോ. ചോദിക്കാം. നിഷാന ജമാൽ. Name this compound. Shana. Nishana Jamal. Oyo. Sir. Name this compound. Sir, absent ആയിരുന്നില്ലേ? ആബ്സെന്റ് ആയിരുന്നൊരു റീസൺ അല്ല കേട്ടോ. അതൊന്നും ഇനി എന്റെ ക്ലാസ്സിൽ ഇനി അത് പറയൂ കേട്ടോ. ആബ്സെന്റ് ആയിരുന്നു, ആബ്സെന്റ് ആയാലും റെക്കോർഡ് ക്ലാസ് കാണണം. ജെന്യൂൻ റീസൺ ആണെങ്കിൽ അതിന് എക്സ്ക്യൂസ് ഉണ്ടാവും. അൽഷിഫ. സർ പറഞ്ഞോ, പേര് പറഞ്ഞോ. 2-methyl butane. ആണ് കേട്ടോ, ബ്യൂട്ടൈൻ. ശരിയാണോ ഇത്? അമാന അല്ല അൽഷിഫ, ഒരു കാര്യം പറഞ്ഞു, ഇതിന്റെ മെയിൻ ചെയിൻ ഏതാ ഇതില്? മെയിൻ ചെയിൻ ഇത് CH3 CH CH2 CH3. ഇതിന്റെ ഷേപ്പ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ലല്ലോ. ഏത് ഷേപ്പിലിരിക്കുന്നത്? നേരെ വന്നിട്ട് താഴേക്ക്. നേരെ വന്നിട്ട് താഴത്തോട്ട്. ഇതാണ് മെയിൻ ചെയിൻ വരുന്നത്. So this will be the branch. ബ്രാഞ്ചിൽ 1 കാർബൺ ആറ്റം, സോ മീത്തൈൽ എന്ന് വരും. ഇത് ക്വസ്റ്റ്യൻ മതി. Name this compound. Hana Fatima. ലോങ്സ്റ്റ് ചെയ്യുന്ന നേരെ ഉള്ളത് നമ്പർ ചെയ്യണം. നെയിം പറഞ്ഞാൽ മതി, നെയിം പറഞ്ഞാൽ മതി.
2, 3, 2, 3. Right? methyl, Methyl. butane. Butane. ശരിയാണോ? ലോങ്സ്റ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആണ്. അപ്പൊ അതിൽ നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3 4 എന്ന് കിട്ടും. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്താലും 2, 3 ആണ് കിട്ടുന്നത്. അപ്പൊ രണ്ടിന്റെ സമ്മ് സെയിം ആണ്. ഈ 2, 3 തന്നെ എടുത്താൽ അതിന്റെ പേര് എഴുതുമ്പോൾ 2, 3 ഹൈഫൺ സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈ യൂസ് ചെയ്യും. 2, 3 ഹൈഫൺ സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈ യൂസ് ചെയ്യും. ബ്രാഞ്ചിന്റെ പേര് മീത്തൈൽ എന്നാണ്. ഡൈ മീത്തൈൽ. പാരന്റ് ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിന്റെ പേര്, മെയിൻ ചെയിനിൽ 4 കാർബണാറ്റം ഉണ്ട്, ലോങ് ചെയിനിൽ 4 കാർബണാറ്റം ഉണ്ട്. 4 കാർബണാറ്റത്തിന്റെ വേർഡ് റൂട്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ANE, ബ്യൂട്ടൈൻ. ക്ലിയർ അല്ലേ? സുഖത്തെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന്റെ മിഡിലായിരുന്നു അല്ലെ? വെച്ചിട്ടാണ് ക്ലാസ് കട്ടായി പോകും. പേജ് നമ്പർ എന്ന് പറഞ്ഞ പേജ് നമ്പർ 105 സാർ നമ്മൾ ആ ട്രൈമീഥൈൽ ഹെക്സൈൻ എന്ന് പറഞ്ഞോണ്ടിരുന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ട്രൈമീഥൈൽ ഹെക്സൈൻ. ട്രൈമീഥൈൽ ഹെക്സൈൻ കഴിഞ്ഞു. അതിന്റെ പേര് എഴുതിയിട്ടുണ്ട് ബുക്കിൽ, ഇവിടെ നമ്മൾ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ട്രൈമീഥൈൽ ഹെക്സൈൻ. Then താഴെ വേറെ കോമ്പൗണ്ട് ഉണ്ട്, അതിന്റെ പേര് എഴുതിയോ? ആ കോമ്പൗണ്ട് എഴുതിക്കോ. റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഗിവൺ ബിലോ. തൊട്ട് താഴെ ടെക്സ്റ്റ് ബുക്കിൽ കിട്ടുന്ന എഴുതാം. സ്കൂൾ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക്? സ്കൂൾ ടൈം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 8:30. 8:30. 8:30 സ്കൂളിൽ എത്തണം എല്ലാവർക്കും? ഞങ്ങൾക്ക് 9:30 ആവും. 8:30 എത്തോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാല്, ഇടയ്ക്ക് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാല് 8-ന് ബസ് കയറും, പിന്നെ 8:30 ആകുമ്പോൾ സ്കൂളിലെത്തും. കോമ്പൗണ്ടിന്റെ പേര് കിട്ടിയോ? ആൻഗ്രേസ് ചെയ്ത് കിട്ടിയോ? സാബിത്ത് പറഞ്ഞോ. 2,2-dimethyl pentane, propane. 2,2-dimethyl propane. എനിക്ക് തോന്നുന്നു നീ പറഞ്ഞത് ഏറ്റവും ലാസ്റ്റ് കോമ്പൗണ്ട് ആണ് കേട്ടോ. 105 ലാസ്റ്റ് കോമ്പൗണ്ടിന്റെ പേരാണ് ഇപ്പൊ പറഞ്ഞത്. അതല്ല, അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നോ? റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഗിവൺ ബിലോ. കണ്ടോ? അതിന്റെ താഴെ ഒരു കോമ്പൗണ്ട് കണ്ടോ? IUPAC നെയിം 2,3,5 ട്രൈമീഥൈൽ ഹെക്സൈന് തൊട്ട് താഴെ അത് എഴുതാനാ പറഞ്ഞു. ഈ ആൻസർ കറക്റ്റ് ആണ്. അത് എഴുതിയോ? ആശ്രമോൾ സാവിത്തെ തൊട്ട് മുകളിലുള്ള കോമ്പൗണ്ട് അതിന്റെ ക്വസ്റ്റിനാ എന്റെ ആൻസറാണ് ചോദിച്ചത്. ഇനിയിപ്പോ ആഷ്ന പറഞ്ഞു. ആഷ്ന 236 trimethyl heptane. 236 Methyl heptane. ഹെപ്റ്റൈൻ. എഴുതി നോക്കാവുന്ന എഴുതല്ലേ. CH2 CH3
ഓക്കെ, ഇതാണ് കോമ്പൗണ്ട്. ഇതല്ലേ 1 2 3 4 5 6 7. ഓക്കെ, സോ ഇതിൽ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പാരന്റ് ചെയിൻ കണ്ടുപിടിക്കാം, ലോങ് ചെയിൻ കണ്ടുപിടിക്കാം. ലോങ് ചെയിൻ സ്ട്രെയിറ്റ് ചെയിൻ ആണ്, കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളത് സ്ട്രെയിറ്റ് ചെയിനിലാണ്. സ്ട്രെയിറ്റ് ചെയിനിലും ആണ്, ഇതും ഉണ്ട് കേട്ടോ, 7 കാർബൺ ആറ്റം ഉള്ള ചെയിൻസ്. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചെയിൻ എടുത്താൽ മതി, ഏറ്റവും കൂടിയ കാർബൺ ആറ്റം ഉള്ള ഒരു ചെയിൻ എടുത്താൽ മതി. ചിലപ്പോൾ മൾട്ടിപ്പിൾ ചെയിൻസ് 7 കാർബൺ ആറ്റം ഉള്ള ഉണ്ടാവും. അതിന് നമുക്ക് എളുപ്പമുള്ള നമുക്ക് സ്ട്രെയിറ്റ് ചെയിൻ എടുക്കുവാണെങ്കിൽ അത്ര നല്ലതാണ്. അപ്പൊ സ്ട്രെയിറ്റ് ചെയിൻ എടുത്തു പാരന്റ് ചെയിൻ ആയിട്ട്. ഞാൻ അതിനെ നമ്പർ ചെയ്യണം ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ലെഫ്റ്റും. 1 2 3 4 5 6 7. തിരിച്ചു 1 2 3 4 5 6 7. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബ്രാഞ്ചസ്, സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ബ്രാഞ്ച് ഉണ്ട്, തേർഡ് കാർബൺ ആറ്റത്തിൽ ബ്രാഞ്ച് ഉണ്ട്, 6th ബ്രാഞ്ച് ഉണ്ട്. 2 3 6. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റം 5 6. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, സമ്മൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഏതാണ് ഏറ്റവും ചെറുത്? ഫസ്റ്റ് വൺ ആയിരിക്കും. ഫസ്റ്റ് വണ്ണിന്റെ സമ്മ ആയിരിക്കും ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. സോ അതായിരിക്കും നമ്മുടെ നമ്പറിങ്, ഇതായിരിക്കും ബ്രാഞ്ചിന്റെ പൊസിഷൻ. സോ ഡയറക്റ്റ് ഈ നമ്പർ എടുത്ത് എഴുതണം 2 3 6. എല്ലാ ബ്രാഞ്ചും സെയിം ആണ്. 2 3 6 സെയിം ബ്രാഞ്ചസ്, 3 സെയിം ബ്രാഞ്ചസ് ആയതുകൊണ്ട് ട്രൈ. ബ്രാഞ്ചിന്റെ പേര് മീത്തൈൽ, പാരന്റ്സിന്റെ 7 കാർബൺ ആറ്റം ഉണ്ട്, ഹെപ്റ്റൈൻ. ഓക്കെ അല്ലേ? വേറെ ഒന്നും നോക്കാം. ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരില്ല. ചെയ്തോ? കിട്ടിയോ ബോബി? ബോബി കിട്ടിയോ? സാർ ഞാൻ ആ ചോദ്യമല്ല ചെയ്തത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് 105 അവസാനത്തെ ഒരു ചോദ്യം. ഞാൻ ഇതല്ല ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്, അതാ എഴുതേണ്ടത്. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ബോർഡിൽ, അതൊരു ശ്രദ്ധയില്ല. ഓക്കെ സാറാ പറഞ്ഞോ. 2,5 dimethyl penheptane. സ്റ്റെപ്പ് പറ. Long chain. ലോങ് ചെയിൻ ഏതാ? CH3 CH CH2 CH2 CH CH2 CH3. ഇതാണ് കേട്ടോ ലോങ് ചെയിൻ. വേറെ ലോങ് ചെയിൻ എടുത്ത് ആരെങ്കിലും ഉണ്ടോ? വേറെ ലോങ് ചെയിൻ എടുത്തവരുണ്ടെങ്കിൽ തെറ്റിപ്പോയി കേട്ടോ. ഇതാണ് ലോങ് ചെയിൻ വരുന്നത്. ഇത് മാത്രമേ ലോങ് ചെയിൻ വരുള്ളൂ. ഇനി വേണമെങ്കിൽ ഇതും വരാം, ഇതും ലോങ് ചെയിൻ വരാം. അതും ലോങ് ചെയിൻ ആണ്. അതിലും എത്ര കാർബൺ ആറ്റം? 1 2 3 4 5 6 7 കാർബൺ ആറ്റംസ് ഉണ്ട്. 7 കാർബൺ ആറ്റമുള്ള 2 ലോങ് ചെയിൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയിൻ എടുക്കാം. നമുക്ക് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിൻ എടുക്കുകയാണെങ്കിൽ നല്ലത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിൻ ആദ്യം വരച്ചതാണ്. സ്ട്രെയിറ്റ് ആയിട്ടല്ല, ചെറിയ വളവുണ്ട്,
എന്നാലും മാക്സിമം ഏറ്റവും കൂടുതൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ആ ഒരു ചെയിനാണ്. അതിൽ ഒന്നും കൂടി ഒരു ചെരിവ് കൂടി വരില്ലേ, അത് എടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്പർ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റി പോകുന്നുള്ളൂ. സ്പീഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചെയിൻ വേണമെങ്കിലും എടുത്താലും സെയിം പേര് തന്നെ വരുള്ളൂ കേട്ടോ. സാറാ പറഞ്ഞോ. നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യണം. ലെഫ്റ്റ് ടു റൈറ്റില് പറഞ്ഞോ. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 2 + 5 = 7. 2ലും 5ലും വരും. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോഴോ 3യും 6ഉം 3ലും 6ലും വരും. സമം എത്രയാ? 9 9. ഇതിൽ ലോസ്റ്റ് നമ്പർ ഏതാ? 7. 7 ആണ് ലോസ്റ്റ് നമ്പർ. പിന്നെ പറയുവാണ് കേട്ടോ, ബ്രാഞ്ചസ് ഉള്ള നമ്പർ എടുത്ത് എഴുതണം, അതിന്റെ സമ്മ് കണ്ടുപിടിക്കണം, ലോസ്റ്റ് സമ്മ എടുക്കേണ്ടത്, ലോസ്റ്റ് സമ്മുള്ള നമ്പേഴ്സ് ആണ് എടുക്കേണ്ടത്. സോ 2 5 പേര് പറഞ്ഞോ. ഡൈമീഥൈൽ ഡൈമീഥൈൽ ഹെപ്റ്റെയ്ൻ. ഹെപ്റ്റെയ്ൻ. വേറൊരു എക്സാമ്പിൾ. സ്പീഡ് ആവണം കേട്ടോ. ഇത്ര എക്സാമ്പിൾ ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇത്ര എക്സാമ്പിൾസ് പറഞ്ഞിട്ടില്ല. ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് സ്പീഡ് ആവണം. അത് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ് ചെയ്യിക്കുന്നത്. ചെയ്തോ? ചെറിയ ചേഞ്ച് വരുത്തുവാണ് കേട്ടോ. ചെറിയൊരു ചേഞ്ച് വരുത്തുവാണ്. ഏതല്ലേ കേട്ടോ. സിംഗിൾ ബോണ്ട് ആണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് ചെയ്ത സ്ഥലം ഒന്നുകൂടി മാറ്റി എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനൊരു നീളത്തിൽ വരച്ചെന്നുള്ളൂ. ബോണ്ട് സിംഗിൾ ബോണ്ട് ആണത്. നിങ്ങൾ അത്രയും വലിയ ബോണ്ടൊന്നും വരയ്ക്കണ്ട, ചെറിയൊരു ബോണ്ട് വരച്ചാൽ. ജീലാനി കിട്ടിയോ? ഇല്ലേ? എന്താ എത്ര സമയം? പാരന്റ്സിൻ കണ്ടുപിടിക്കൽ മാത്രമായിട്ട് ടാസ്ക് ഉള്ളൂ. ഇത് മാത്രമാണ് ടാസ്ക് ഉള്ളൂ. ചില കോമ്പൗണ്ട്സിൽ മാത്രം, എല്ലാ കോമ്പൗണ്ട്സിലും അല്ല. മിക്ക കോമ്പൗണ്ട്സിലും നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പാരന്റ്സിൻ. ഫാത്തിമ ഇസ്മായിൽ പറഞ്ഞോ. സ്ട്രേറ്റ് ചെയിൻ, ലോങ് ചെയിൻ. സ്ട്രെയിറ്റ് ചെയിൻ ആണ് ലോങ് ചെയിൻ. സ്ട്രെയിറ്റ് ചെയിൻ ആണ് ലോങ് ചെയിൻ. ലെഫ്റ്റ് 6 ടു കാർബൺ റൈറ്റ് ആറ്റംസ്. ലെഫ്റ്റ് ടു റൈറ്റ് ബ്രാഞ്ച് ലെഫ്റ്റിന് റൈറ്റിലേക്ക് കഴിയുമ്പോൾ 3യും 4ഉം വരും. 3ലും 4ലും ബ്രാഞ്ച് വരും. റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് കഴിയുമ്പോൾ 3ലും 4ഉം. റൈറ്റിന്ന് ലെഫ്റ്റിലൂടെ ചെയ്താലും 3ലും 4ലും വരുന്നത്. നമ്പർ ചെയ്ത് കാണിച്ചു തരാം. 1 2 3 4 5 6. ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റംസ് ഇതാണ്. ഇവരുടെ നമ്പേഴ്സ് നോക്കി 3യും 4ഉം മാത്രമേ ഉള്ളൂ ഈ നമ്പേഴ്സിൽ. 3 ഏത് സൈഡിലോട്ട് നമ്പർ ചെയ്താലും 3യും 4ഉം വരുള്ളൂ. സിമെട്രിക് കോമ്പൗണ്ട് ആണ്. വെച്ചാൽ നോക്കി ഒരു സെന്ററിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്ത് സെയിം ആയിരിക്കും. അത് പേര് പറയുന്നുള്ളൂ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നീ
ഇതിന്റെ ഹയർ സ്റ്റഡീസിൽ പഠിച്ചോളൂ. പേര് പറഞ്ഞപ്പോ 3,4-diethyl-hexane. 3,4-ഡൈ ഈത്തൈൽ. പേര് മാറി, ബ്രാഞ്ച് മാറി. ഈത്തൈൽ ബ്രാഞ്ച് വന്നേക്കുന്നത്. ഇതാണ് ബ്രാഞ്ച് ഈത്തൈൽ. 2 കാർബണായിട്ടുള്ള ബ്രാഞ്ച് ഈത്തൈൽ ഹെക്സൈൽ. ഡൈ ഈത്തൈൽ ഹെക്സൈൽ. തെറ്റിപ്പോയോ? ആരെങ്കിലും ഉണ്ടോ? ജീലാന് തെറ്റിപ്പോയോ? ഇല്ല. തെറ്റിയോ ഫാത്തിമ ഇർഫാനോ? ഇല്ല. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. ആ ബോക്സ് നോക്കി. ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡന്റിക്കൽ ബ്രാഞ്ചസ്, അറിയാവുന്ന കാര്യമാണ്. ദ നമ്പർ ഓഫ് ദെയർ പൊസിഷൻ ഷുഡ് ബി റിപ്പീറ്റഡ്. ആദ്യമേ പറയേണ്ട കാര്യമാണ്. അത് ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് വായിച്ചപ്പോൾ വന്നു എന്നുള്ള അവിടെ 2 ബ്രാഞ്ച് സെയിം ബ്രാഞ്ചസ് വരുവാണെങ്കിൽ നമ്പർ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ പല സ്ഥലത്തും കണ്ടുല്ലോ. സെക്കൻഡ് പൊസിഷനിൽ തന്നെ 2 കാർബണാറ്റം വരുവാണെങ്കിൽ, 2 ബ്രാഞ്ച് വരുവാണെങ്കിൽ 2 എന്ന് എഴുതണം. അതാ പറഞ്ഞിരുന്നത്. ഒരു കാർബണാറ്റത്തിൽ തന്നെ 2 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ആ നമ്പർ പിന്നെ റിപ്പീറ്റ് ചെയ്യണം. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇനി താഴെ ഇത് കോമ്പൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ കോമ്പൗണ്ടിന്റെ പേര് നമ്മൾ പറഞ്ഞു, 2,2-dimethyl propane. മുകളിൽ എഴുതിയിട്ടുണ്ട് 2,2-dimethyl propane. ഇത് ആ കോമ്പൗണ്ട് ആണ് കേട്ടോ. അത് CH3 CH3C CH3 CH3 CH3. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് 2,2-dimethyl propane. ലോങ് ചെയിൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതും ലോങ് ചെയിൻ ആണ്, ഇതും ലോങ് ചെയിൻ ആണ്, ഇത് ലോങ് ചെയിൻ ആണ്, ഇത് ലോങ് ചെയിൻ ആണ്. എല്ലാം ലോങ് ചെയിൻ ആണ്. അപ്പൊ ഏതിൽ ഒരെണ്ണം എടുത്താൽ മതി. ഏതിൽ നിങ്ങൾ പേരിടാൻ നോക്കിയാലും ഈ പേര് തന്നെ വരുള്ളൂ, 2,2-dimethyl propane എന്ന് വരുള്ളൂ. അതിന്റെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് പോക്കോ. പറഞ്ഞ കാര്യങ്ങളിലേക്ക് വന്നു. നെയിം ഓഫ് ദി ബ്രാഞ്ച് അത് കംപ്ലീറ്റ് ചെയ്ത് പോക്കോ. നെയിം ഓഫ് ദി ബ്രാഞ്ച്, പൊസിഷൻ ഓഫ് ദി ബ്രാഞ്ച്, IUPAC നെയിം ടെക്സ്റ്റ് ബുക്കിൽ. സർ എന്റെ ക്യാം ഓൺ ആകുന്നില്ല. അപ്പൊ ലെഫ്റ്റ് സൈഡ് റീജോയിൻ ചെയ്തോ. ഇത്ര ഓക്കെ അല്ലേ? ഒരു പോർഷൻ കഴിഞ്ഞു കേട്ടോ. ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത മെയിൻ ആയിട്ടുള്ള പോർഷൻ, കുറെ പോർഷൻസ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള. അടുത്ത മെയിൻ ആയിട്ടുള്ള പോർഷൻ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒരു കോമ്പൗണ്ട് എന്നിട്ട് ആ കോമ്പൗണ്ടിന്റെ പേര് എഴുതാനാണ്. ഇനി അടുത്തത് എങ്ങനെയാണെന്നറിയോ? തിരിച്ച് ഒരു പേര് നിങ്ങൾക്ക് വരും, ഒരു കോമ്പൗണ്ടിന്റെ പേര് വരും. ആ കോമ്പൗണ്ട് നിങ്ങൾ എഴുതണം. കോമ്പൗണ്ടിന്റെ പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ സ്ട്രക്ചറോ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതണം. മോളിക്കുലർ ഫോമിൽ ചെയ്തിട്ട് കാര്യമില്ല, കണ്ടൻസ്ഡ് ഫോമിൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഫോമിൽ എഴുതണം. ക്വസ്റ്റ്യൻ ഇതായിരിക്കും, റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോമുല ഓഫ്, അല്ലെങ്കിൽ റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ പേര് വരും 2,2-dimethyl butane, 2,3-dimethyl heptane. അങ്ങനെ ഒരു പേര് വരും. എന്നിട്ട് നിങ്ങൾ ആ പേരിൽ നിന്ന് കോമ്പൗണ്ട് എഴുതും, കോമ്പൗണ്ട് വരയ്ക്കും. സിമ്പിൾ ആണ് കേട്ടോ. ഇത് മനസ്സിലായെങ്കിൽ, ഈ കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് അത് സുഖമായിട്ട് എഴുതാം. അതിനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. റൂൾസ് അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന റൂൾസ് ആണ് കേട്ടോ. UPSC പറഞ്ഞ റൂൾ അല്ല, അത് നമ്മൾ ഉണ്ടാക്കുന്ന റൂളാണത്. ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യേണ്ടത്, എന്നാൽ പോലും അത് റൂളായിട്ട് പറഞ്ഞിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ. നോക്കാം. ഒരു പേരെടുക്കുകയാണ് കേട്ടോ, റാൻഡം ആയിട്ടൊരു അമൗണ്ട് എടുക്കുകയാണ്. 2-methyl pentane. 2-methyl pentane. ഈ കോമ്പൗണ്ടിനെ എനിക്കൊന്ന് വരയ്ക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ആദ്യം ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം കേട്ടോ, ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഒരു പേര് തന്നിട്ട് അതിൽ നിന്ന് കോമ്പൗണ്ട് വരയ്ക്കാൻ പറഞ്ഞ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ബാക്കിനെ നോക്കണ്ടത്. ബാക്കിന്ന് ഫ്രണ്ടിലോട്ട് നോക്കണം. നമ്മൾ പേര് എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു? ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടായിരുന്നു പേര് എഴുതിയത് അല്ലെ? പേര് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങേണ്ടത്. നമ്പർ ഇടും, പൊസിഷൻ നമ്പർ ഇട്ടിട്ടാണ് പിന്നെ ബ്രാഞ്ച് ഇടും.
ബ്രാഞ്ച് ഇട്ടിട്ടാണ് വേർഡ് റൂട്ട് എഴുതുന്നത്. വേർഡ് റൂട്ട് പ്ലസ് എൻ എഴുതുന്നു, പേര് എഴുതുമ്പോൾ. ഈ പേരിൽ നിന്ന് ഒരു സ്ട്രക്ചർ വരയ്ക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ബാക്കിൽ നിന്ന് വരണം. ബാക്കിൽ നിന്ന് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പെൻറ്റെയിൻ എടുക്കണം. ആദ്യം ആ പേരിലെ പെൻറ്റെയിൻ എടുക്കണം. പെൻറ്റെയിൽ എത്ര കാർബണാറ്റം ഉണ്ട്? അതുകൊണ്ട് കാണിച്ച് പെട്ടെന്ന് കാണിച്ച്. പെൻറ്റെയിൽ എത്ര കാർബണാറ്റം ഉണ്ട്? 5 കാർബണാറ്റം ഉണ്ട്. അപ്പൊ ആദ്യം 5 കാർബണാറ്റം ഇങ്ങനെ വരയ്ക്കണം. കാർബണാറ്റം മാത്രം വരയ്ക്കും കേട്ടോ. 5 കാർബണാറ്റം വരച്ചു. അപ്പൊ പെൻറ്റെയിന്റെ പരിപാടി തീരും. സിംഗിൾ ബോണ്ട് കിട്ടും കേട്ടോ. പെൻറ്റെയിൻ ആയതുകൊണ്ട് എല്ലാത്തിലും സിംഗിൾ ബോണ്ട് കിട്ടും. ANA ആയതുകൊണ്ട് പെൻറ്റെയിൻ ANA ആയതുകൊണ്ട് സിംഗിൾ ബോണ്ട് കിട്ടും. അടുത്ത ഇതിലോട്ട് വന്നു. അടുത്ത സെക്ഷൻ. അതിൽ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ ആരുണ്ടെന്ന് പറഞ്ഞു? ആരാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്? രണ്ടാമത്തെ കാർബണാറ്റത്തിൽ ആരുണ്ട്? മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്. ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ ബ്രാഞ്ച് എന്നാണ്. നിങ്ങൾക്ക് ഇതിൽ രണ്ട് ഉണ്ട്. രണ്ടാമത്തെ കാർബൺ ഉണ്ട്. എങ്ങനെയാ? ഒന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർബൺ. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർബൺ അല്ലേ? ഇതിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാലും സെയിം ആൻസർ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. നിങ്ങളുടെ ഇഷ്ടം. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുന്നവര് ഈ കാർബണാറ്റത്തിൽ ഒരു ബ്രാഞ്ച് വരയ്ക്കണം. ആ ബ്രാഞ്ച് മീഥൈൽ ബ്രാഞ്ച് ആണ്. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3 ബ്രാഞ്ച് ആണ്. ഇനി ബാക്കി എല്ലാത്തിലും ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം സിമ്പിൾ ആണ്. CH3 CH CH2 CH2 CH3 കോമ്പൗണ്ട് കഴിഞ്ഞു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്ട്രക്ചറൽ ഫോമിൽ എഴുതാനായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ സ്ട്രക്ചറൽ ഫോമിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടൻസർ ഫോമിൽ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? റൈറ്റ് ദി സ്ട്രക്ചറൽ ഫോമുല അല്ലെങ്കിൽ റൈറ്റ് ദി സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കണ്ടൻസ് ഫോമിൽ എഴുതിയാലും മാർക്ക് കിട്ടും. സ്ട്രക്ചറൽ ഫോമിൽ എഴുതുന്നത് കുറച്ച് പാടാണ്, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് കണ്ടൻസ് ഫോമിൽ എഴുതിയാൽ മതി. കുറെ വരകളുണ്ട്. ഇനി അത് അത്ര സമയമുള്ള ആൾക്കാർ സ്ട്രക്ചർ ഫോമിൽ എഴുതിക്കും, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതും കറക്റ്റ് ആണ്. ഇതിന്റെ ആൻസറും കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ എവിടെ കൊണ്ട് എഴുതിയാലും അതും കറക്റ്റ് ആയിരിക്കും. ഇത് കറക്റ്റ് ആണ്. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. സിമ്മട്രിക് അല്ലെ? ഒരു പ്ലെയിനിൽ ഇങ്ങനെ അപ്പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന കോമ്പൗണ്ട് ആണത്. ഓക്കെ അല്ലേ? വേറെ എക്സാമ്പിൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയോ? 3-methyl hexane. 3-methyl hexane. മാർക്ക് എടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് ബാക്കിന്നാണ് നോക്കുന്നത്, ഫ്രണ്ടിൽ നിന്ന് എഴുതരുത്. ബോബി കിട്ടിയോ? പറഞ്ഞോ ബോബി. ആദ്യം എന്ത് ചെയ്യണം? ബോബി ഇറങ്ങിപ്പോയല്ലോ. അഫിൻ പറഞ്ഞു. ആദ്യം കാർബൺ എത്ര കാർബൺ? 6. ഹെക്സൈന്റെ 6 കാർബൺ ആറ്റംസ് ആദ്യം എഴുതണം. 1 2 3 4 5 6. പിന്നെയോ? 3 ബ്രാഞ്ച് കൊടുക്കണം. ഒരു കാര്യം കൊണ്ട് വിട്ടുപോയി. സിംഗിൾ ബോണ്ട്. ഹെക്സൈൻ സിംഗിൾ ബോണ്ട്. ANE സിംഗിൾ ബോണ്ട്. നീ പറഞ്ഞു. 3 ബ്രാഞ്ച് കൊടുക്കണം. 2 3 ഉണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ഇത് 3 ആണ്. ദെൻ ഇതും ഒരു 3 ആണ്. ഏതെങ്കിലും ഒരു 3 ബ്രാഞ്ച് കൊടുക്കണം. ഏത് ബ്രാഞ്ച് കൊടുക്കേണ്ടത്? ഫസ്റ്റ്. ഏത് ബ്രാഞ്ച് കൊടുക്കേണ്ടത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ളത്. ഏത് ബ്രാഞ്ചാണ് കൊടുക്കേണ്ടതെന്ന്? വിച്ച് ബ്രാഞ്ച്? മീഥൈൽ ബ്രാഞ്ച്. CH3 ബ്രാഞ്ച്. ഇനി ബാക്കി ഫില്ല് ചെയ്താൽ മതി. CH3 CH2 CH CH2 CH2 CH3. ഹൈഡ്രജൻ ആറ്റം കൊടുക്കണ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ഹൈഡ്രജൻ ആറ്റം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ?
ഞാൻ ഈ ഒരു കോമ്പൗണ്ടിൽ പറഞ്ഞു തരാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ. ഹൈഡ്രജൻ ആറ്റം കൊടുക്കേണ്ടത് നമ്മള് നോക്കിക്കോ. ഹൈഡ്രജൻ ആറ്റം കൊടുക്കേണ്ടത് നമ്മള് ഫസ്റ്റ് കാർബൺ ആറ്റം കൊടുത്തു. ഈ കാർബൺ ആറ്റത്തിൽ ഇപ്പൊ ഓൾറെഡി ഒരു ബോണ്ട് വന്നിട്ടുണ്ട്, ഒരു ബോണ്ട്. ഇനി ബാക്കി എത്ര ബോണ്ട് കൂടി വേണം? അതില് 3 ബോണ്ട് കൂടി വേണം. ആ 3 ബോണ്ടിനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടൻസ്ഡ് ഫോർമുലയിൽ 3 ഹൈഡ്രജൻ കൊണ്ട് കാണിക്കും. CH3 3 ഹൈഡ്രജൻ വേണം, 3 ബോണ്ട് വേണം. പിന്നെ അടുത്ത കോമ്പൗണ്ട് എടുക്കും. അടുത്ത കോമ്പൗണ്ട് എടുത്തപ്പോ ഇപ്പൊ 2 ബോണ്ട് വന്നിട്ടുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും 2 ബോണ്ട് വന്നിട്ടുണ്ട്. ഇനി എത്ര ബോണ്ട് കൂടി വേണം? 2. നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ മുകളിലോട്ടും താഴത്തോട്ടും ബോണ്ട് വരും. അതിന് പകരം കണ്ടൻസ്ഡ് ഫോർമുലയിൽ ഡയറക്റ്റ് 2 ഹൈഡ്രജൻ എഴുതുന്നു. ഇനി അടുത്ത കാർബണിലേക്ക് പോയി. അടുത്ത കാർബണിൽ 3 ബോണ്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒരു ബോണ്ട് കൂടി വേണം. ആ ബോണ്ടിനെ ഒരു ഹൈഡ്രജൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. സിമിലർലി നെക്സ്റ്റ് വൺ 2 ബോണ്ട് വന്നിട്ടുണ്ട്, 2 ബോണ്ട് കൂടി വേണം CH2. അടുത്തതിൽ 2 ബോണ്ട് വന്നിട്ടുണ്ട് ലെഫ്റ്റിലും റൈറ്റിലും, 2 ബോണ്ട് കൂടി വേണം CH2. ലാസ്റ്റ്ലി ഒരു ബോണ്ട് വന്നിട്ടുണ്ട്, 3 ബോണ്ട് വേണം CH3. ബോബി എവിടെ പോയതാ? ഇതാണ് കിട്ടിയത് ആൻസർ ആണോ? അല്ലേ? എവിടെ ചെയ്ത്? എവിടെ തെറ്റിയതെന്ന്? എവിടെയാണ് തെറ്റ് ചെയ്തിരുന്നത്? അത് മറ്റേ താഴത്തെ ഇത് കിട്ടില്ലേ, CH3. ആ, അതെവിടെ ഇട്ടത്? 2-ല് 3 ആണ് കേട്ടോ, 3rd പൊസിഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 3-ൽ ഇട്ടത്. 1 2 3 മൂന്നാമത്തെ കാർബണാറ്റത്തിൽ ഇട്ടത്. കറക്റ്റ് ചെയ്യണം കേട്ടോ ബോബി. അത് നെക്സ്റ്റ് വൺ 2,3 ഡൈമീഥൈൽ 2,3 ആണ്, 2,2 ആയിക്കോട്ടെ. 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, 2,2 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ എഴുതിക്കോ. ടു ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ശരിയുള്ള സമയമായി. അഫ്ര സർ പറഞ്ഞോ. 4 കാർബൺ ആറ്റം കൊടുക്കണം. 4 കാർബണേറ്റ്, സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട്. 2-ല് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ മുകളിലും താഴെയും CH3. മുകളിലും താഴെയും CH3. 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2-ല് തന്നെ 2 ബോണ്ട് ഉണ്ട്, സോറി 2 ബ്രാഞ്ച് ഉണ്ട്. ഡൈയും കൊടുത്തിട്ടുണ്ട്, 2 സെയിം ബ്രാഞ്ച് ആണ്. ഏത് ബ്രാഞ്ച്? CH3 ബ്രാഞ്ച് ആണ്, CH3. ബാക്കി ഹൈഡ്രജൻ ഫിൽ ചെയ്യണം. ഹൈഡ്രജൻ ഫിൽ ചെയ്തെന്ന് പറഞ്ഞു, ലോങ് ആയിട്ട് പറഞ്ഞു, ലോങ് ചെയിൻ പറഞ്ഞു. ആദ്യം മുതൽ CH3 CH2 CH3. ഇതും പോസിബിൾ ആണ്. ചിലവർ ഇവിടെ എഴുതി ഉണ്ടാവും, ഇതും പോസിബിൾ ആണ്. ഇതും ശരിയാണ് കേട്ടോ, രണ്ടും ശരിയാണ്. തെറ്റിയവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തൊക്കെ പറയണം കേട്ടോ. തെറ്റിയിട്ടുണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ പറയണം. നെക്സ്റ്റ് വൺ
2, 3, 4, 5 tetra methyl hexane. Dia ചെയ്തോ? DRVY സാർ ചെയ്തോ? ആ പറഞ്ഞോ. 6 കാർബൺ ആറ്റം 6 carbon atoms. 1, 2, 3, 4, 5, 6. എന്നിട്ടോ? പറഞ്ഞോ. 2, 3, 4, 5 ബ്രാഞ്ചസ്. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. സിംഗിൾ ബോണ്ട്, അത് മറന്നു പോയല്ലോ കേട്ടോ നിങ്ങള്. സിംഗിൾ ബോണ്ട്. Then 2, 3, 4, 5 ഏത് ബ്രാഞ്ചാണ്? മീത്തൈൽ. മീത്തൈൽ ബ്രാഞ്ച് ആണ്. ടെട്ര എന്ന് പറഞ്ഞത് 4 സെയിം ആയതുകൊണ്ടാണ് കേട്ടോ. CH3 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 CH3. ബാക്കി ഫില്ല് ചെയ്തേ. ചെയ്യാം. സ്ട്രെയിറ്റ് ചെയിൻ പറഞ്ഞു എങ്ങനെ വരും? CH3 CH3 CH 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 CH3. CH CH3. ശരിയായോ? ഇത് ലെഫ്റ്റിന് എഴുതിയാലും റൈറ്റിന് എഴുതിയാലും സെയിം തന്നെ വരുള്ളൂ. ലെഫ്റ്റിന് എഴുതിയാലും റൈറ്റിന് എഴുതിയാലും 2, 3, 4, 5 തന്നെയാണ് നമ്പർ തന്നെ വരുള്ളൂ. കാരണം എടുക്കുന്നത്. ഓക്കെ അല്ലേ? ഈ നോട്ട്ബുക്ക് എടുത്ത് നോട്ട്ബുക്കിൽ ഒരു ഹെഡിങ് കൊടുത്തു. നമ്മളിപ്പോ പറഞ്ഞ കാര്യത്തിന്റെ റൂൾ എന്ന് എഴുതാൻ പോകട്ടോ. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇനി എടുത്തു നോക്കുമ്പോൾ സംശയം വരുന്നുണ്ടാവില്ല. Structure of the compound from IUPAC name. Structure of the compound from IUPAC name. IUPAC name. IUPAC കേട്ടോ. നമ്മൾ എഴുതുന്ന ഈ പേരുകളുടെ പേരെന്ന് പറഞ്ഞത് IUPAC എന്നാണ്. IUPACയുടെ പേരുകൾ, IUPAC തീരുമാനിച്ച പേരുകളാണ് കോമ്പൗണ്ടിന്. IUPAC നെയിം എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് നമ്പർ എഴുതിക്ക്. റൈറ്റ് all the carbon atoms. Write all the carbon atoms as in the word root. As in the word root. Word root ഉള്ളതുപോലെ carbon atom എഴുതും. Write all the carbon atoms as in the word root. റൂള് നിർത്തി ചോദിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് ഇടയ്ക്ക് വായിച്ച് നോക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇംഗ്ലീഷ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം. റൈറ്റ് ഓൾ ദി കാർബൺ ആറ്റം ആസ് ഇൻ ദി വേർഡ് റൂട്ട്. വേർഡ് റൂട്ടിൽ ഉള്ളതുപോലെ കാർബൺ ആറ്റം എഴുതും. സെക്കൻഡ് പോയിന്റ് എന്താ? സെക്കൻഡ് നമ്മൾ എന്താ ചെയ്തത്? ആലോചിച്ച് നോക്ക്. പറഞ്ഞു തന്നിട്ട് എന്താ ചെയ്തെന്ന്.
അറിയോ? ഏത് ബോണ്ടാന്ന് അസൈൻ ദി അപ്രോപ്രിയേറ്റ് ബോണ്ട്സ്. അസൈൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അസൈൻ ദി അപ്രോപ്രിയേറ്റ് ബോണ്ട്സ്. ഏത് ബോണ്ടാണോ ആ ബോണ്ട് കൊടുക്കുക. സിംഗിൾ ബോണ്ട് ആണ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആണ് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ആണ് ട്രിപ്പിൾ ബോണ്ട്. അസൈൻ ദി അപ്രോപ്രിയേറ്റ് ബോണ്ട്സ്. ഈ തേർഡ് സ്റ്റെപ്പ് എന്താ ചെയ്യണത്? ഇത് ഞാൻ ചോദിക്കാം, 1 by 1 ചോദിക്കാം. അങ്ങനെയും പറയാൻ നോക്കണം. റുക്സാന എന്താ ചെയ്യണത്? ബ്രാഞ്ച് ചെയ്താ നോക്കും. ബ്രാഞ്ച് ചെയ്താൽ നോക്കും. നമുക്ക് എഴുതാം. മാർക്ക് ദി ബ്രാഞ്ച്. മാർക്ക് ദി ബ്രാഞ്ച്. മാർക്ക് ദി ബ്രാഞ്ച് in the appropriate carbons. Appropriate positions നോട്ടോ. Mark the branch in the appropriate positions. Mark the branch in the appropriate positions. ഏത് പൊസിഷൻ ആണോ ആ പൊസിഷൻസിൽ ബ്രാഞ്ചസ് കൊടുക്കും. ലാസ്റ്റ് എന്താ ചെയ്യണത്? അഫ്നാൻ ലാസ്റ്റ് എന്താ ചെയ്യണത്? ഹൈഡ്രജൻ ഫിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ എഴുതിക്കോ, ബാലൻസ് ദി കോമ്പൗണ്ട് വിത്ത് ഹൈഡ്രജൻ. ബാലൻസ് ദി കോമ്പൗണ്ട് വിത്ത് ഹൈഡ്രജൻ. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഇത് പറയുമ്പോ ഇത്ര വലുതുണ്ട്, പക്ഷെ സിമ്പിൾ അല്ലേ? ഒന്നുമില്ലല്ലോ. കാർബണേറ്റ് എഴുതണം, ബോണ്ട് എഴുതണം, ബ്രാഞ്ച് മാർക്ക് ചെയ്യണം, ഹൈഡ്രജൻ ഇട്ട് ബാലൻസ് ചെയ്യണം. കുറെ എക്സാമ്പിൾ നോക്കിയിട്ട് നമ്മള് ഇനി ഒരു വെറൈറ്റി നോക്കിയേക്കാം. വെറൈറ്റി ആയിക്കോട്ടെ. CH3 CH2 CH3 CH2 CH3 പേരെന്നെഴുതിക്കേ. കിട്ടിയോ? കിട്ടിയോ? ആർക്ക് കിട്ടി? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ഫോണിൽ ചെയ്യേണ്ട കൈ കൊണ്ട് ചെയ്താൽ മതി. കിട്ടിയവര് അൽസാവിത് അറിഞ്ഞോ? ഏതാ ലോങ് ചെയിൻ? CH3 CH CH CH2 CH3 ഇതാണോ ലോങ് ചെയിൻ? ഏതൊക്കെയാ ബ്രാഞ്ചസ്? 2 3 4 2 3 4 ഇതാണോ? എവിടെയും തെറ്റിയോ? ഒരാൾക്കാര് ബാക്കിയുള്ളവര് എവിടെയും തെറ്റിയോ? അൽസാബത്തെ ഇത് ബ്രാഞ്ച് അല്ല കേട്ടോ. ഇവിടെ ബോണ്ട് ഇല്ല, കണ്ടോ? ബോണ്ട് എഴുതിയിട്ടില്ല ഇവിടെ. അത് ബ്രാഞ്ച് അല്ല. അത് ഈ ബ്രാഞ്ചിൽ നിന്ന് വന്ന ഇതാണ്. ഈ ബ്രാഞ്ചിൽ നിന്ന് വന്ന ഒരു ബ്രാഞ്ചാണ്. ബ്രാഞ്ച് അല്ല, ഈ ബ്രാഞ്ചാണ് ഈ മൊത്തം ചെയ്തേക്കുന്നത്.
ഈ ബ്രാഞ്ചിൽ നിന്ന് വന്നതാണ് ഈ രണ്ട് കാർബൺ ആറ്റം. അപ്പൊ 2 ബ്രാഞ്ചേ ഉള്ളൂ, 2ലും 3ലാണ് ബ്രാഞ്ച് ഉള്ളൂ. ഇനി അതിൽ തന്നെ ഏതൊക്കെ ബ്രാഞ്ചസ് വന്നേക്കുന്നത്? ഒരു മീഥൈൽ ബ്രാഞ്ച്, പിന്നെ ഈഥൈലും ഒരു മീഥൈൽ ബ്രാഞ്ചും ഒരു ഈഥൈൽ ബ്രാഞ്ചും. ഇത് മീഥൈൽ ബ്രാഞ്ച് ആണ്. ഇത് ഫസ്റ്റ് വൺ മീഥൈൽ ബ്രാഞ്ച് ആണ്. ഇത് മീഥൈൽ ബ്രാഞ്ച്, മീഥൈൽ. ഇത് ഈഥൈൽ ബ്രാഞ്ച്. കുഴപ്പമായല്ലോ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളല്ലോ 2 ബ്രാഞ്ച് വന്ന് എന്ത് ചെയ്യണമെന്ന്. എഴുതിയോ ആരെങ്കിലും? ആൻസർ എഴുതിയ ഫൈനൽ ആൻസർ അഫിനൊന്ന് പറഞ്ഞ ആൻസർ. 2,3 പറഞ്ഞോ. ഡൈ ഈഥൈൽ പെന്റൈൽ അല്ല പെന്റൈൽ. 2,3 ഡൈ ഈഥൈലോ? ഈഥൈലാണോ? ശരിയാണോ അത്? ബാക്കിയുള്ളവര് ശരിയാണോ അത്? ആണോ? വേറെ ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? വേറെ ആൻസർ കിട്ടിയവര് ഉണ്ടെങ്കിൽ പറ. ഫാത്തിമ ഇസ്മായിൽ. 2,3 മീഥൈൽ ഈഥൈൽ പെന്റേൻ എഴുതിയാണ്. 2,3 മീഥൈൽ ഈഥൈൽ പെന്റേൻ. മീഥൈൽ പെന്റൈൻ. വേറെ ഏതെങ്കിലും കിട്ടിയവരുണ്ടോ? 2,3 ഈഥൈൽ മീഥൈൽ. 2,3 ഈഥൈൽ മീഥൈൽ. ആൻസറിലേക്ക് വരുവാണ്ടാവില്ല. 3 ഈഥൈൽ മീഥൈൽ പെന്റൈൻ. വേറെ ഏതെങ്കിലും കിട്ടിയവരുണ്ടോ? 3 ഈഥൈൽ 2 മീഥൈൽ പെന്റൈൻ. ഒരു മിനിറ്റ് ഫാത്തിമ വി. 3 ഈഥൈൽ 2 മീഥൈൽ പെന്റൈൻ. 3 ഈഥൈൽ 2 മീഥൈൽ പെന്റൈൻ. വേറെ കിട്ടിയവരുണ്ടോ? 2 മീഥൈൽ 3 ഈഥൈൽ പെന്റേൻ. 2 മീഥൈൽ 3 ഈഥൈൽ പെന്റൈൻ. വേറെയോ? വേറെ ഏതെങ്കിലും കിട്ടിയവരുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറ. ഇല്ലെങ്കിൽ ഇല്ല. കൈകൊണ്ട് കാണിച്ചോ ഇല്ലാന്ന്. വേറെ കിട്ടിയവരുണ്ടോ? ഇല്ല. ഓക്കെ. ഇതില് ഏകദേശം ആൻസറിന്റെ അടുത്തോട്ട് എത്തിയവര് ഈ ലാസ്റ്റ് 2 പറഞ്ഞവരാണ് കേട്ടോ. ബാക്കിയൊക്കെ ഇത് ഒട്ടും കറക്റ്റ് അല്ല. ഇത് ഫുള്ളായിട്ട് തെറ്റാണ്. ഇത് ആൻസറിലേക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ല, ആൻസറിലേക്ക് വന്ന ആൻസേഴ്സ് ആണ്. ഇത് രണ്ടും ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ ആൻസർ ആയിട്ടില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാവില്ല. സന്തോഷമാണ്. ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ 2 ഡിഫറെന്റ് ഞാൻ എന്തായാലും പറഞ്ഞു പോയേക്കാം വന്ന സ്ഥിതിക്ക്. 2 ഡിഫറെന്റ് പഠിക്കുന്നവര് പഠിച്ചാൽ മതി. പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ +1 ഇത് പഠിക്കുന്നത്. ഈ 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ് വന്നേക്കുന്നത്. ഒന്ന് മീഥൈൽ ബ്രാഞ്ചും ഈഥൈൽ ബ്രാഞ്ചും. ഇങ്ങനെ 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് വരുമ്പോൾ നമ്പർ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്പർ ചെയ്യുമ്പോൾ ഇതിൽ നോക്കി ഒന്ന്, മീഥൈലിന്റെ എമ്മും ഈഥൈലിന്റെ ഇയും നോക്കിക്കേ. ഇതിൽ ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ട് ആദ്യം ആരാ വന്നത്? ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ട് എം ആണോ ഇ ആണോ ആദ്യം വന്നത്? അറിയില്ലേ? ഇ ആണ് ആദ്യം വന്നത്. ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ട് ഇ ആണ് ആദ്യം വന്നത്. ഈ ആദ്യം വന്നത് കൊണ്ട് ഈഥൈൽ ബ്രാഞ്ചിന് ആ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ആ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ലെഫ്റ്റും നമ്പർ ചെയ്യുമല്ലോ. 1 2 3 4 5 തിരിച്ച് 1 2 3 4 5 2 സെല്ലോടെ നമ്പർ ചെയ്തു. ഇപ്പൊ ലോവസ്റ്റ് നമ്പർ ഈഥൈലിന് വന്നത് എങ്ങനെ കൊടുക്കുമ്പോഴാണ്? 2 ഈഥൈൽ 3 മീഥൈൽ. നോക്കണം കേട്ടോ. ഇതാണ് ഈഥൈൽ വന്ന കാർബൺ. ഈഥൈൽ വന്ന കാർബൺ ആറ്റത്തിൽ 3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഏത് കൊടുത്താലും സെയിം അല്ലേ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൊടുത്താലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൊടുത്താലും സെയിം അല്ലേ? 3 എന്നല്ലേ കിട്ടുള്ളൂ അതിന്. അപ്പൊ അത് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നോക്കേണ്ടത് അടുത്ത ബ്രാഞ്ച് മീഥൈലാണ്. മീഥൈലിന് 4ഉം വരണ്ട് 2ഉം വരണ്ട്. ഇതിൽ തന്നെ ഏത് എടുക്കുമായിരിക്കും? നമ്മളൊന്ന് പറഞ്ഞു നോക്കി.
4 അല്ല കേട്ടോ, 2 എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ലോവസ്റ്റ് നമ്പർ നോക്കും, ലോവസ്റ്റ് നമ്പർ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെയിമിങ്ങും എന്നത് നമ്പറിങ്ങും എന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. 1 2 3 4 ഇതല്ല എടുക്കുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്, ആൻസർ ഏകദേശം കറക്റ്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈതയിൽ ബ്രാഞ്ച് എഴുതും. ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ട് ആദ്യം ഇ ആയതുകൊണ്ട് ഈതയിൽ ബ്രാഞ്ച് ആദ്യം എഴുതും. ഈതയിൽ ബ്രാഞ്ച് എത്രാമത്തെ പൊസിഷനിലാണ്? കൈകൊണ്ട് കാണിച്ചു, എത്രാമത്തെ പൊസിഷനിലാണ്? തേർഡ് പൊസിഷനിലാണ്. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 3 എഴുതി. 3 എഴുതി, നമ്പർ വന്നതുകൊണ്ട് ഹൈഫൺ ഇട്ടു. ഏത് ബ്രാഞ്ച് അത്? ഈതയിൽ ബ്രാഞ്ച് ആണ്. ഈതയിൽ ബ്രാഞ്ച് ETYL, ETHYL, ഈതയിൽ എഴുതി. അത് കഴിഞ്ഞു. ഇനി അടുത്ത ബ്രാഞ്ച് ഏതാ? അടുത്ത് നമുക്ക് എഴുതാനുള്ള ബ്രാഞ്ച് ഏതാ? ആദ്യം എല്ലാ ബ്രാഞ്ചും എഴുതി കഴിഞ്ഞിട്ടാണ് നമുക്ക് പാരന്റ്സ് മെയിൻ ചെയിന്റെ പേര് എഴുതാൻ പറ്റുള്ളൂ. അടുത്ത ബ്രാഞ്ച് ഏതാ? അടുത്ത ബ്രാഞ്ച് ഏത് ബ്രാഞ്ചാ? മീതയിൽ ബ്രാഞ്ച്. മീതയിൽ ബ്രാഞ്ച് എത്രാമത്തെ പൊസിഷനിലാണ് ഉള്ളത്? രണ്ടാമത്തെ പൊസിഷനിലാണ്. അപ്പൊ 2 എഴുതണം. ഇത് കറക്റ്റ് ആണ്, 2 ഹൈഫൺ. ഇനി ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. ഇത് ആൽഫബറ്റ് ആണല്ലോ, ഈ L ആൽഫബറ്റ് അല്ലേ? L ഈ 2 നമ്പർ അല്ലേ? അപ്പൊ ഇവിടെയും കൂടി ഒരു ഹൈഫൺ ഇടണം. 2 മീതൈൽ എന്ത് വരും? ഇനിഷ്യൽ എത്ര വരാം? കൈകൊണ്ട് കാണിക്ക്. ഇനിഷ്യൽ എത്ര വരാം? 5 വരെ. അപ്പൊ പെന്റെയിൻ. ഈ ആൻസർ ഫാത്തിമ ബീവി പറഞ്ഞ കറക്റ്റ് ആണ്, ചെറിയൊരു ചേഞ്ച് ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഇത് നോക്കണം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നോക്കണം. എല്ലാ കോമ്പൗണ്ടിലും അങ്ങനെ ആണെന്നില്ല. സോ ആൻസർ വന്നത് 3 ഈതൈൽ 2 മീതൈൽ പെന്റെയിൻ. 3 ഈതൈൽ 2 മീതൈൽ പെന്റെയിൻ. പഠിക്കണ്ട കേട്ടോ, പഠിക്കണ്ട. ഇനി ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നു. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ, പേജ് നമ്പർ 106. ഫസ്റ്റ്, can you represent the structure of a compound if its IUPAC name is given? IUPAC name തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. നമ്മളിപ്പോ കണ്ടു. How can structure of 2,3-dimethyl butane be written? എങ്ങനെ എഴുതാം? അവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2,3-dimethyl butane. കൈകൊണ്ട് കാണിച്ചേ. 4 എന്ന് എഴുതിക്കോ. Let us represent the main chain. മെയിൻ ചെയിൻ റെപ്രസെന്റ് ചെയ്തു. CCCC. Which are the branches? ഏതൊക്കെ ബ്രാഞ്ചസ്? 2 മീഥൈൽ ബ്രാഞ്ച്. അപ്പൊ എഴുതിക്കോ താഴെ 2 മീഥൈൽ ബ്രാഞ്ചസ്. 2 മീഥൈൽ ബ്രാഞ്ചസ്. ഏതൊക്കെയാണ് ബ്രാഞ്ചസ്? 2 മീഥൈൽ ബ്രാഞ്ചസ്. ഇനി വാട്ട് ആർ ദി പൊസിഷൻസ്? എത്ര പൊസിഷൻസ്? ഏതൊക്കെ പൊസിഷൻസ്? 2ഉം 3ഉം. യെസ്, 2 and 3. താഴെ എഴുതിയിട്ടുണ്ട് let us write the structural formula by including the branches to the main chain. 2ലും 3ലും ബ്രാഞ്ചസ് കൊടുത്തു CH3 and complete the structure by filling all the valencies of carbon with hydrogen. ബാലൻസ് ചെയ്തു, ഹൈഡ്രജൻ വെച്ച് ബാലൻസ്. എല്ലാം നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഇനി താഴെ കംപ്ലീറ്റ് ചെയ്തോ. ടേബിൾ 6.4 കംപ്ലീറ്റ് ചെയ്തോ. 6.4 കംപ്ലീറ്റ് ചെയ്തോ. കിട്ടിയോ? ടേബിള് ഒന്നുകൂടി പറയോ? ടേബിൾ 6.4 കംപ്ലീറ്റ് ചെയ്യണം.
ഈ 106 ടേബിൾ അല്ലല്ലോ. അതല്ലേ 106 ടേബിൾ അല്ലേ? അത് 6.6 അല്ലേ? ആ ചിലവരുടെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് പല ടെക്സ്റ്റ് 2 ടെക്സ്റ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 6.6 ആയിരിക്കും. വേറെ ആർക്കെങ്കിലും ഉണ്ടോ 6.6? 106 6.6 ആണോ? ചിലരുടെ ബുക്കിൽ അങ്ങനെ ആയിരിക്കും കേട്ടോ, കുഴപ്പമില്ല. ഫസ്റ്റ് വേണ്ട പേരെന്ന് പറഞ്ഞേ അരീന. ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ പേര്. അരീന. ഫാത്തിമത്ത് ഷാർബാൻ. അരീന. 2,4-dimethyl-hexane. 2,4-dimethyl-hexane. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ സെക്കൻഡ് പൊസിഷനിലും 4th പൊസിഷനിലും ബ്രാഞ്ച് വന്നിട്ടുണ്ട്. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 3rd പൊസിഷനിലും 5th പൊസിഷനിലും വന്നത്. സം എടുക്കുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ളതാണ് ലാസ്റ്റ് സം ആണ്. 2ഉം 4ഉം ആണ്. 2 + 4 6 ആണ്. മറ്റേത് 3 + 5 8 വരും. 6 നമ്മൾ എടുക്കും, ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ളത് എടുക്കും. പൊസിഷൻസ് 2ഉം 4ഉം ആണ്. 2,4-dimethyl-hexane. അടുത്തത് നെക്സ്റ്റ് വൺ തഫ്സിയ. 2,3,3-dimethyl-pentane. എങ്ങനെ വരും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരും. 5C ഇടണം. 5 കാർബൺ ആറ്റംസ്. സിംഗിൾ ബോണ്ട്. ബാക്കി പറഞ്ഞു. സിംഗിൾ ബോണ്ട് 2ലും 3ലും ബ്രാഞ്ചസ്. 3ലും ബ്രാഞ്ചസ്. 3ല് 2 ബ്രാഞ്ചസ്. 3ൽ 2 ബ്രാഞ്ചസ്. ഏത് ബ്രാഞ്ചാ? മീഥൈൽ. CH3 ബ്രാഞ്ച്. മീഥൈൽ ബ്രാഞ്ച്. ബാലൻസ് കംപ്ലീറ്റ് ചെയ്തോ, പറഞ്ഞു വന്നിട്ട്. CH3 CH C CH2 CH3. കറക്റ്റ് ആണോ? ബാക്കിയുള്ളവർ പറഞ്ഞേ. നെക്സ്റ്റ് വൺ ഫാത്തിമ ബീവി. അടുത്ത പറഞ്ഞ 2,3,3-diethyl-pentane. ആദ്യം 5 കാർബൺ ആറ്റംസ്. 5 കാർബൺ ആറ്റംസ്. സിംഗിൾ ബോണ്ട്. 3rd കാർബൺ ആറ്റമില് 2 മീഥൈൽ ബ്രാഞ്ച്. 2 ഏത് ബ്രാഞ്ച്? അല്ല, ഈഥൈൽ ബ്രാഞ്ച്. ഈഥൈൽ ബ്രാഞ്ച്. ഈഥൈലിന് CH2 CH3. ഇത് ഇങ്ങനെ എഴുതാം കേട്ടോ, നോക്കിക്കേ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് CH2 CH3 എന്ന് എഴുതാം, ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, CH2 CH3 എന്ന് എഴുതാം. ഇനി ഇങ്ങനെ എഴുതാറുണ്ട്, CH2 CH3 എന്ന് എഴുതാറുണ്ട്. ഇനി അല്ലെങ്കിൽ C2H5 എന്ന് എഴുതാറുണ്ട് കേട്ടോ. ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ ലെഫ്റ്റിലോട്ട് എഴുതാം, ഇങ്ങനെ എഴുതാം, CH2 CH3 ഇങ്ങനെ എഴുതാം. നല്ല രീതിക്ക് എഴുതാട്ടോ, അതൊന്ന് മനസ്സിലാക്കിക്കോ. ഇവിടെയും CH2 CH3. ബാക്കി ബാലൻസ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു. CH3 CH2 C CH2 CH3. CH2 CH3. ശരിയാണോ? അതെ. അങ്ങനെ ആ ഇമ്പോർട്ടന്റ് പോർഷനും കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ കുറച്ച് സമയം തരാം, ഒന്ന് നോക്കിക്കൊന്ന്. ഇതുവരെ എടുത്ത ടോപ്പിക്കുകളൊന്ന് മറിച്ച് നോക്കിക്കൊന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേ. സംശയം വരാൻ പാടില്ല കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ അതിനുള്ള സമയമാണ്. പെട്ടെന്ന്. ഇനി ഒന്നും ഇല്ലെങ്കിൽ ഫോണിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചോ. ഒന്നും ഇല്ലെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. ഡൗട്ട് ഇല്ലാത്തവര് ഫോണിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഇരുന്നോട്ടെ.
ഡൗട്ട് ഇല്ലാത്തവർ, ഒരു ഡൗട്ടും ഇല്ലാത്തവർ. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യാത്തവര് ഡൗട്ട് ഉള്ളവരാട്ടോ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല അല്ലേ? ലബീമ നവാസിന് കുഴപ്പമുണ്ടോ? ആർക്കും ഡൗട്ടില്ല? ശരിയാ, അപ്പൊ ഇത്ര സൂപ്പറായിട്ട് പഠിപ്പിച്ച ആ ഒരു ഡൗട്ടും ഇല്ലല്ലേ? ആണെങ്കിൽ നല്ലതാണ്. ഒന്ന് അൺഹാൻഡ് ചെയ്തോ, പിന്നെ ഓപ്ഷൻ ഇല്ലേ? ഇനി നമ്മളിപ്പോ പഠിച്ച ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ബ്രാഞ്ചുള്ള ഹൈഡ്രോ കാർബൺസ്. നമ്മൾ ഓൾറെഡി പഠിച്ച പേരാണ് കേട്ടോ, നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അൺസാച്ചുറേറ്റഡ് തന്നെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉള്ള ആൾക്കാരെ നെയിമിങ് നമ്മൾ പഠിച്ചതാണത്. പക്ഷെ അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. നമുക്ക് പഠിച്ച കാര്യം അതോടെ തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല, ചെറിയൊരു ചേഞ്ച് വരുത്താനുണ്ട്. നോക്കാം ഒന്ന്, നമ്മൾ പഠിച്ച കാര്യം ഒന്ന് നോക്കാം, ഓർമ്മയുണ്ടോ നോക്കട്ടെ ഒന്ന്. ചോദിക്കുന്ന ആൾ പറഞ്ഞു കേട്ടോ, CH3 CH2 CH2 ആമിന അഷ്റഫ്. ഈ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറഞ്ഞു? ആമിന അഷ്റഫ്. ആമിന, സാല, ഫാത്തിമ സാല. ബ്യൂട്ടീൻ. ബ്യൂട്ടീൻ ശരിയാണോ? ഈ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറഞ്ഞു? ചോദ്യങ്ങൾ പറഞ്ഞു കേട്ടോ. നിഷാന സിയാദ് സോറി, നിഷാന സിയാദ്. ബ്യൂട്ടൈൻ. ബ്യൂട്ട് എന്നെയാണോ ഇ എന്നെയാണോ ഐ എന്നെയാണോ? നിഷാന കേട്ടില്ല. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഈ കാണുന്ന ആള് ആരാ? ഡബിൾ ബോണ്ട് അല്ല. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്ത് പേര് കൊടുക്കണം? എന്ത് സഫിക്സ് കൊടുക്കണം? എണ്ണല്ലേ? ഇപ്പൊ തെറ്റല്ലേ എണ്ണി എന്ന് പറഞ്ഞത്? ബ്യൂട്ടീൻ. ശരിയാണ്. പക്ഷേ ചെറിയൊരു കാര്യം വിട്ടുപോയി. ഈ രണ്ട് കോമ്പൗണ്ട് തമ്മിൽ എന്താ വ്യത്യാസം? ഈ കോമ്പൗണ്ട് തമ്മിൽ ഇപ്പൊ കോമൺ ആയിട്ട് പറയില്ല, ഞാൻ വൺ വേണ്ടി ചോദിക്കാം. ആഷ്ന, എന്താ വ്യത്യാസം ഈ കോമ്പൗണ്ട് തമ്മിൽ? രണ്ട് കോമ്പൗണ്ട്സ് അതിന്റെ ഫസ്റ്റത്തെ ബോണ്ട് ആ സൈഡിലും രണ്ടാമത്തെ ബോണ്ട് നടക്കും. ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിലാണ് വ്യത്യാസം. വന്നിട്ടുണ്ട്. ഡബിൾ ബോണ്ടിന്റെ പൊസിഷനിൽ വ്യത്യാസം പേര് മാറും. ശരിക്കും പേര് മാറും, പ്രോപ്പർട്ടീസ് മാറും, അവരുടെ സ്ട്രക്ചർ മാറി, എല്ലാം മാറി. നമുക്ക് സെയിം പേര് തന്നെ എഴുതാൻ പറ്റില്ല. രണ്ടും ബ്യൂട്ടീൻ തന്നെ എഴുതാൻ പറ്റില്ല. അവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിന്റെ ബോണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ബോണ്ട് ഏത് പൊസിഷനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമുക്ക് അതതിന് പഠിക്കാനുള്ളത്. ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ബ്യൂട്ടീൻ കറക്റ്റ് ആണ്. ഇനി അല്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയോ? ആദ്യം വേർഡ് റൂട്ട് ബ്യൂട്ട് എന്ന് എഴുതി, 4 കാർബണാറ്റം ബ്യൂട്ട് എന്ന് എഴുതി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മള് 2 മീഥൈൽ എന്നല്ലേ ബ്രാഞ്ചിൽ എഴുതിയത്?
നമ്പർ ഇട്ട് കഴിഞ്ഞിട്ട് ഏത് ബ്രാഞ്ചാന്ന് എഴുതി. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ENE ഉണ്ട്, പക്ഷെ ഈ ENE ഏത് പൊസിഷനിലാന്ന് ഇവിടെ എഴുതണം. പറയണ മനസ്സിലാവുണ്ടോ? ആദ്യം വേർഡ് റൂട്ട് എഴുതണം. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE ആണ്, പക്ഷെ ആ ENE ഏത് പൊസിഷനിലാണ് ഇവിടെ എഴുതണം നമ്മൾ. ക്ലിയർ ആയോ? ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാന്ന് എഴുതണം. അപ്പൊ നോക്കിയ ബ്രാഞ്ച് നമ്മൾ ഏത് പൊസിഷനിലാന്ന് എഴുതി 2 വെച്ചിട്ട് നമ്പർ വെച്ചിട്ട്. ഇതുപോലെ ഇവിടെ നമ്മൾ ഒരു നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യണം. ആ ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാണ്? ഓക്കെ, ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാണ് ഉള്ളത്? ഫസ്റ്റ് കോമ്പൗണ്ടിൽ നമ്പർ ചെയ്തോ. ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ് നമ്പർ ചെയ്തോ. 1 2 3 4 1 2 3 4. ലോവസ്റ്റ് നമ്പർ എടുത്തേ. ഏത് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത് എന്ന് പറഞ്ഞു തന്നു. കൈകൊണ്ട് കാണിച്ചു ഏത് പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കേ. ഇത്രയും നമ്പേഴ്സിലാണ് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത് അല്ലെ? ഇത്രയും നമ്പേഴ്സിലാണ് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത്. ഇതിൽ തന്നെ ലോവസ്റ്റ് നമ്പർ ഏതാ? 1 അല്ലേ? ആ 1 ആണ് നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് വന്നേക്കുന്നത്. അതെങ്ങനെ എഴുതുമെന്ന് അറിയോ? 1 എന്ന് എഴുതും, വലുതാക്കി എഴുതാം. ബ്യൂട്ട് 1 EN. അപ്പോ ഇവിടെ T വന്നതുകൊണ്ട് ഇവിടെയും കൂടി ഒരു ഹൈഫൺ ഇറക്കും. ആൽഫബറ്റ് വന്നതുകൊണ്ട് അവിടെയും കൂടി ഒരു ഹൈഫൺ. വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ബ്യൂട്ട് 1 E എന്നാണ്. പറഞ്ഞു നോക്കിയേ, ബ്യൂട്ട് 1 E പറഞ്ഞു നോക്കുക. അൺമ്യൂട്ട് ചെയ്യാണ്ട് പറഞ്ഞു നോക്കിക്കോ. ബ്യൂട്ട് 1 E. ഇനി ഇതിന് ഇങ്ങനെ എഴുതാറുണ്ട്, 1 ബ്യൂട്ടീൻ എന്ന് എഴുതാറുണ്ട്. 1 ബ്യൂട്ടീൻ. അത് കറക്റ്റ് ആണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് കോമ്പൗണ്ടിന്റെ പേരൊന്ന് എഴുതിക്കേ. സെക്കൻഡ് കോമ്പൗണ്ടിന്റെ പേര് എഴുതിക്കോന്ന്. അപ്പൊ ഹെഡിങ് കൊടുത്തോ. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ഹെഡിങ് കൊടുത്തോ. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. ഫാത്തിമക്ക് കിട്ടി? ആൻസർ കിട്ടിയതാണോ? ഇല്ല, ഡൗട്ട് ആയിരുന്നോ? ബ്യൂട്ടിനും 1നും ഇടയ്ക്ക് ഹൈഫൺ വേണം. രണ്ടിനും ഹൈഫൺ വേണം. ആൽഫബറ്റ് നമ്പറും വന്ന അവിടെ നിങ്ങൾ ഹൈഫൺ ഇടണം. ആൽഫബറ്റ് നമ്പറും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്പർ ഇട്ടോ, സോറി ഹൈഫൺ ഇട്ടോ. അതിന്റെ ആൻസർ കിട്ടിയതാണോ? ബാക്കിയുള്ള ട്രൈ ചെയ്തോട്ടെ ഒന്ന്. കിട്ടിയവരൊക്കെ ഒന്ന് പറഞ്ഞേ, ട്രൈ നോക്കി. ആൻസർ കിട്ടിയവരെ. അപ്പൊ അനീറ്റ ആൻസർ പറഞ്ഞു. പറഞ്ഞോ. ബ്യൂട്ട് 2 E. ബ്യൂട്ട് 2 E. ഇനി എങ്ങനെ വന്നതെന്ന് നോക്കാം. ശ്രദ്ധിച്ച് കേട്ടിരുന്നോ കേട്ടോ, സംശയമുള്ളവര്. നമ്പർ ഇടണ ശരിക്കും. ഇതിൽ നമ്പറിങ് ഉണ്ട്. നമ്പർ ഇട്ടു 1 2 3 4 1 2 3 4. ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ ആറ്റംസ് നമ്മൾ നോക്കണം. അതിൽ തന്നെയുള്ള ലോവസ്റ്റ് നമ്പർ. എത്ര? 2 ആണ് അല്ലെ? 2 ആണ് ലോവസ്റ്റ് നമ്പർ. അതുകൊണ്ട് അതിന്റെ ആൻസർ എഴുതുമ്പോൾ ആദ്യം വേർഡ് റൂട്ട് എഴുതണം, ബ്യൂട്ടെന്ന് എഴുതണം. ദെൻ ആ ഡബിൾ ബോണ്ട് ഉള്ള പൊസിഷൻ നമ്പർ എഴുതണം. ഹൈഫൺ ഇടുന്നത് നമ്പറും ആൽഫബറ്റും വന്നതുകൊണ്ട്. ദെൻ ഏത് ബോണ്ടാണ്? ENE. കഴിഞ്ഞു. ഇനി ഇതൊന്ന് എഴുതിക്കോ താഴെ നിങ്ങൾ. ഓ ഇങ്ങനെ എഴുതിക്കോ. നെയിം ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എഴുതിക്കോ. നെയിം ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഈക്വൽ ടു വേർഡ് റൂട്ട് എഴുതിക്കോട്ടോ. വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ. വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ബോണ്ട്
plus suffix plus suffix. Where do the plus position of bond plus suffix. ഇപ്പൊ കണ്ടത് ഡബിൾ ബോണ്ട് ആണ്. ഇനി ട്രിപ്പിൾ ബോണ്ട് ആണല്ലോ. ഒറ്റ വ്യത്യാസമുള്ള എന്ത് വ്യത്യാസം വരും? ആരിലെ വ്യത്യാസം വരുന്നത്? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഫാത്തിമ പറഞ്ഞ ഫാത്തിമ ടി എൻ എവിടെ വ്യത്യാസം വരും? സഫിക്സിൽ അല്ല, എവിടെ വ്യത്യാസം വരും? ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഇ എൻ എ മാറി വൈ എൻ എ വരും. ഇത്ര ഉള്ളൊരു വ്യത്യാസം. ഇവിടെ നമ്മൾ ഇ എൻ എ എഴുതി, അതിന് പകരം വൈ എൻ എ വരും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ. എക്സാമ്പിൾ നോക്കിക്കോ, നിങ്ങൾ ഇതും ചെയ്ത് നോക്കിക്കോ. CH3 CH2 ഈ കോമ്പൗണ്ടിന്റെ പേരൊന്നും എഴുതിക്കേ. കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തോട്ടെ. അപ്പൊ തന്നെ ആൻസർ കിട്ടിയവർ. ഫാത്തിമ ഇർഫാന പറഞ്ഞോ. ബ്യൂട്ട് 1 അയൻ YNE അല്ലെങ്കിൽ അയൻ. ബ്യൂട്ട് 1 അയൻ എങ്ങനെയാ നോക്കാം? നമ്പർ ഇടുവാണ് കേട്ടോ. 1 2 3 4 തിരിച്ച് 1 2 3 4 ട്രിപ്പിൾ ബോണ്ട് ഉള്ള കാർബൺസ് നോക്കി. അതിലെ ലോവസ്റ്റ് നമ്പർ 1 ആണ് ലോവസ്റ്റ് നമ്പർ. ബ്യൂട്ട് 1 അയൻ YNE. ഇതിനെ 1 ബ്യൂട്ടൈൻ എന്ന് എഴുതാറുണ്ട് കേട്ടോ. 1 ബ്യൂട്ടൈൻ എന്ന് എഴുതാറുണ്ട്. ഈ 2-3 എക്സാമ്പിൾസ് നിങ്ങൾ എഴുതിക്കോ. CH3 CH ഹാരിസ് ഫസ്റ്റ് വേണ്ട ആൻസർ പറഞ്ഞു. സർ പെന്റ് 2 YNE. പെന്റ് 2 ഏത് ബോണ്ടാ? YNE. ഏത് ബോണ്ടാ നോക്കിയത്? ട്രിപ്പിൾ ബോണ്ട് ഫസ്റ്റ് കോമ്പൗണ്ടില്. സാർ ഫസ്റ്റ് കോമ്പൗണ്ടിൽ ഏത് ബോണ്ടാ അത്? ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ടോ? എടാ സ്ക്രീനിൽ നോക്കടാ. ബോണ്ട് ഏത് ബോണ്ടാ അത്? ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട്. അപ്പൊ എന്ത് വരും സഫിക്സ്? PNE. ENE. ചേഞ്ച് അത്രേ ഉള്ളൂ കേട്ടോ. പെന്റ് 2 ENE. പെന്റ് 2 അയൻ. ലോവസ്റ്റ് നമ്പർ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ് ഇപ്പൊ അതിന്റെ പേട്ടോ. ഒരു മിനിറ്റ് കൂടെ എനിക്ക് കേട്ടോ. 1 2 3 4 5 തിരിച്ച് 1 2 3 4 5 ഡബിൾ ബോണ്ട് വന്ന 2 കാർബൺ ആറ്റംസ് നോക്കി. അത് ലോവസ്റ്റ് നമ്പർ 2 ആണ്. സോ പെന്റ് 2 അയൻ. പെന്റ് 2 E. പെന്റ് 2 E. അപ്പൊ ഇത് രണ്ടും അവിടെ ഇരുന്നോട്ടെ കേട്ടോ. രണ്ടും അവിടെ ഇരുന്നോട്ടെ. ഇനിയിപ്പോ ഇനി അതിന് സമയം എടുത്തു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് എടുക്കും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോ, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. നാളെ സെയിം ടൈമിൽ ക്ലാസ് ചേഞ്ച് ഒന്നുമില്ല. ശരിക്കും നോക്കിയിട്ട് വരണം. ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്നത്. ഓക്കെ, ശരി. താങ്ക് യു.
ഹാവ് എ നൈസ് ഡേ. താങ്ക് യു താങ്ക് യു സർ. സാർ. യെസ്. താങ്ക് യു സർ. സാറാ അഫിനെ അല്ല അമീനെ പറഞ്ഞു. സാറേ ഈ 2345 ടെട്രാ മീഥൈൽ ഹെക്സേൻ ഇല്ലേ, ഇത് അതിനകത്ത് ആ മുകളിലും താഴെ